ഹായ് ഹലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഉണ്ടപ്പുട്ടാണ്. അതിന് 1 കപ്പ് വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വെക്കാം നമുക്ക്. ഇനി നമ്മൾ തേങ്ങ ചിരികിയത് അത് നമ്മൾ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പഴമയിലെല്ലാം ഉണ്ടാക്കുന്ന ഒരു ഉണ്ടപ്പുട്ടിൻ്റെ റെസിപ്പീസാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനകത്ത് കുറച്ച് ജീരകം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം. വെള്ളം തിളയ്ക്കുന്നു. ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നെയ്യ്, 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്ത് ഉപ്പ് പാകത്തിന്. ഇനി നമ്മൾ ഒരു 3/4 കപ്പ് പുട്ടുപൊടിയാണ് ഇതിന് വേണ്ടത്. പുട്ടുപൊടി, നല്ല പുട്ടുപൊടി. മറ്റേ അരിപ്പൊടി എടുക്കല്ലേ, പുട്ടുപൊടിയാണ് വേണ്ടത് ഇത് തയ്യാറാക്കാൻ. പുട്ടുപൊടിയൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ പറ്റി ഇട്ട് യോജിച്ച് ഇല്ല. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കണം. പുട്ടുപൊടി തണുത്ത് കഴിഞ്ഞ് ഇങ്ങനെ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം. നമുക്ക് പ്ലേറ്റിലോട്ട് വയ്ക്കാം. ഇങ്ങനെ ഉരുളകളാക്കി നമുക്ക് ബാക്കിയുള്ള ഉരുളകളും കൂടെ അങ്ങനെ ആക്കിയെടുക്കാം. അതുപോലെ നമ്മളെല്ലാം ഉരുളകളായി ഉരുട്ടി വെച്ച് ഉണ്ടപ്പുട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് ഉരുളകളെല്ലാം ഉരുട്ടി വെച്ച് ഇനി നമ്മളൊരു ഇഡ്ഡലി പാത്രത്തിൻ്റെ ഒരു തട്ടെടുത്ത് അതിനകത്ത് 2 വാഴയില ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വാഴയില വെച്ച് ഇനി വെള്ളം ഒന്ന് തിളയ്ക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് പറക്കി വയ്ക്കാം. ഇനി നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് കുറച്ച് തേങ്ങ, ഇനി ഓരോന്ന് പറക്കി വയ്ക്കാം. അങ്ങനെല്ലാം പറക്കി വെച്ച് ഇനി നമുക്ക് കുറച്ച് തേങ്ങ മുകളിലിട്ട് കൊടുക്കാം. നല്ലോണം തിളച്ച ആവിയൊക്കെ വന്നു തുടങ്ങി. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കെടുക്കാം. ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ ഉണ്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട്.
നല്ല അടിപൊളി സോഫ്റ്റായിട്ട് വെന്ത് നല്ല ചൂടായി ഇത് ആവിയൊന്ന് മാറുമ്പോൾ നമുക്ക് വേറെ പാത്രത്തോടെ എടുത്ത് വയ്ക്കാം. അടിപൊളി സോഫ്റ്റായിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാം വെന്ത് നല്ല പരുവത്തിയിരിക്കുകയാണ്. ഇനി മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ പഴമയിലൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഉണ്ടപ്പുട്ട്. അങ്ങനെ നമ്മുടെ ഉണ്ടപ്പുട്ട് ഞാനൊരു ഇലയിലൊക്കെ ആക്കി റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇച്ചിരി പിന്നെ ഇത് മധുരം ഇട്ടിട്ടില്ല, എല്ലാവർക്കും വേണമെങ്കിൽ മധുരം ഇട്ടോ ശർക്കര ഇട്ടോ കഴിക്കാം. ഇതിപ്പോൾ നമ്മൾ മധുരം ഇല്ലാതെ കഴിക്കുന്നത് നല്ല സോഫ്റ്റാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഉണ്ടപ്പുട്ട പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ തയ്യാറാക്കുന്നതാണ്. തേങ്ങയൊക്കെ വിതറി ഒക്കെ നമ്മൾ തയ്യാറാക്കുന്നത്. എല്ലാവരും വീടുകളിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. കഴിക്കാൻ വെച്ച് മധുരവും കൂടെ ഒക്കെ കൂട്ടി, അല്ലെങ്കിൽ മധുരം ഇല്ലാതെ കഴിക്കാനും നല്ലതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും കഴിച്ചൊക്കെ നോക്കണം, വീട്ടിലൊക്കെ തയ്യാറാക്കി. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. വെച്ച് മധുരം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെടും. മധുരം ഇല്ലെങ്കിലും കഴിക്കാൻ നല്ലതാണ്. ഞാനിവിടെ കൂടുതൽ തേങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. തേങ്ങ ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിന് അരിപ്പൊടി എന്ന് വെച്ചാൽ പുട്ടിൻ്റെ പൊടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക.